തന്റെ കഷ്ടതകളുടെയും അപമാനത്തിന്റെയും മരണത്തിന്റെയും സ്ഥാനങ്ങളായി ഈ ദിക്കുകളെ നോക്കി തന്റെ ശിഷ്യന്മാരോട് താൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എൻ്റെ ദുഃഖങ്ങളിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ എൻ്റെ മഹത്വത്തെയും പിതാവ് എനിക്ക് തരുന്ന പ്രതിഫലത്തെയും നിങ്ങൾ ഇപ്പോൾ കാണും. എൻ്റെയും നിങ്ങളുടെയും പിതാവായ തൻ്റെ അടുക്കിലേക്ക് പോകുവാൻ ഞാനിപ്പോൾ യാത്ര ചൊല്ലുന്നു. എൻ്റെ രാജ്യത്തെപ്പറ്റി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള സകല കാര്യങ്ങളെയും ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി രക്ഷയുടെ സന്തോഷവാർത്തയെ എല്ലാ മനുഷ്യരെയും കേൾപ്പിച്ച് ധരിപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുവീൻ. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഗംഭീര ശബ്ദത്തിന്റെ മുഴക്കം കൊണ്ട് എല്ലാവർക്കും ഉള്ളിൽ ഭയം തോന്നി. ഒരു ഇളക്കം തട്ടിയതുപോലെ പുരുഷാരം നിന്നുപോയി. താൻ തന്റെ കൈകളെ എല്ലാവരുടെയും തലകളുടെ മീതെ വിരിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൈക്കൊള്ളുവാൻ മുഖം കമിണ്ണു വീണു. പിന്നെ നിശബ്ദമായ നീല നിറത്തിലുള്ള ആകാശത്തിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട്, പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയോട് കൂടെ ഉണ്ടായിട്ടുള്ള മഹത്വത്താൽ അങ്ങയോട് കൂടി തന്നെ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത് കേട്ട് നോക്കിയപ്പോൾ താൻ ഭൂമി വിട്ട് ദിവ്യ തേജസ്സോടുകൂടി മേലോട്ട് ഉയർന്ന് വായുവിലേക്ക് കയറുന്നത് കണ്ടു. ഞങ്ങളുടെ മേൽ അനുഗ്രഹത്തെ പകരുന്നത് പോലെ താൻ തൻ്റെ കൈകളെ അപ്പോഴും ഞങ്ങളുടെ തലയ്ക്ക് മീതെ നിവർത്തി പിടിച്ചുകൊണ്ടിരുന്നു. താൻ വായുമണ്ഡലത്തിലേക്ക് ഉയരുന്നത് കണ്ട് എല്ലാവരും വിസ്മയിച്ച് ആർപ്പ് വിളിച്ചു. താൻ ഭൂമിയിൽ നിന്ന് മേൽപോട്ട് ഉയർന്നു പോകും തോറും തൻ്റെ ദേഹത്തിനും മുഖത്തിനും പ്രസാദവും പ്രകാശവും കൂടിക്കൂടി വന്നതിനാൽ ഒരക്ഷരം പോലും സംസാരിപ്പാൻ കഴിയാതെ ഞങ്ങൾ തൻ്റെ ആരോഹണത്തെ നോക്കിക്കൊണ്ടിരുന്നു. ആകാശത്തിന്റെ ഉയരത്തിൽ മനുഷ്യന്റെ ഉള്ളം കൈ വലിപ്പത്തിൽ ഒരു പ്രകാശമേഘം അപ്പോൾ കാണാറായി. അത് ക്ഷണത്തിൽ വളർന്നു വന്ന് അതിപ്രകാശമുള്ളതായി ഇടിവാൾ പോലെ വേഗത്തിൽ കീഴ്പോട്ടിറങ്ങി. നക്ഷത്രങ്ങളെപ്പോലെ ശോഭയേറിയ അസംഖ്യം ദേവദൂതന്മാരുടെ ഒരു കൂട്ടമായിരുന്നു അത്. അവർ രണ്ടണികളായി തിരിഞ്ഞു മേൽപോട്ടുയരുന്ന ദൈവപുത്രനെ ആകാശമധ്യത്തിൽ വെച്ച് എതിരേറ്റു. അവരുടെ ആയിരം ആയിരം ചിറകുകൾ കൂട്ടിയടിക്കുന്ന ശബ്ദം മനോഹരമായിരുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും ജയവീരനായ ദൈവപുത്രനെ തങ്കനിറമായ അവരുടെ ചിറകുകളാൽ ഉണ്ടാക്കപ്പെട്ട ഒരു വട്ടത്തിൽ നിർത്തി അവർ ഉയർന്നുകൊണ്ടിരുന്നു. ലക്ഷോപലക്ഷം സെറാഫിമാരും ഖെറൂബിമാരും ഒന്നിച്ച് മാധുര്യ സ്വരത്തോടെ ചൊല്ലിയ ജയഘോഷ കീർത്തനം ഞങ്ങൾ കേട്ടു. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ, ബഹുമാനങ്ങളുടെ രാജാവ് താൻ പൂകട്ടെ എന്ന് മാലാഖമാരുടെ കൂട്ടം പാടിയപ്പോൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കുന്നതിനുള്ള ഗോപുരവാതിലിലെ കാവൽക്കാരനായ ഒരു ദൈവദൂതൻ ചോദിക്കും പോലെ, മഹത്വത്തിന്റെ ഈ രാജാവ് ആർ എന്ന ശബ്ദം കേട്ടു. ബലവും മഹത്വവുമുള്ള യഹോവ, പ്രഭുത്വങ്ങളോടും ശക്തികളോടുമുള്ള യുദ്ധത്തിൽ ജയം നേടിയ യഹോവ എന്ന് യേശുവിന്റെ അകമ്പടിക്കാരായവർ ഉത്തരം പറഞ്ഞു. അതിനോടുകൂടി വാതിലുകളെ നിങ്ങൾ തലകൾ ഉയർത്തുവീൻ, ബഹുമാനങ്ങളുടെ രാജാവ് താൻ പൂകട്ടെ എന്ന മാലാഖമാർ വീണ്ടും പാടി. പിന്നെ സ്വർഗത്തിനുള്ളിൽ യഹോവയുടെ സിംഹാസനത്തിന് ചുറ്റും ലക്ഷോപലക്ഷം ദൈവദൂതന്മാർ ഒന്നിച്ചു പാടുന്നത് പോലെയും അനേക കാഹളങ്ങളുടെ ശബ്ദം പോലെയുമുള്ള മഹാശബ്ദത്തോടെ താഴെ പറയും പ്രകാരമുള്ള ഒരു പാട്ടും കേട്ടു. യഹോവ ആർപ്പോടുകൂടെ വരുന്നു, അവൻ ആകാശങ്ങളിൽ വാഹനമേറി വരുന്നു. അവൻ ഉയരത്തിലേക്ക് കയറി അടിമപ്പാടിനെ അടിമയാക്കി മനുഷ്യർക്ക് വേണ്ടി ദാനങ്ങളെ കൈക്കൊണ്ടു. ഭൂമിയിലെ സകല മനുഷ്യരുമേ, നിങ്ങളുടെ കൈകളെ കൊട്ടി ഘോഷിപ്പീൻ. സ്വർഗത്തിലെ സകല സൈന്യങ്ങളുമേ, അവന്റെ ജയത്തെ ഘോഷിപ്പീൻ. ദൈവത്തിൻ പട്ടണമേ, നിന്റെ വാതിലിനെ വിസ്താരമാക്കി തുറക്ക. എന്നേക്കുമുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, എന്നാൽ മഹത്വത്തിന്റെ രാജാവ് ഉൾപ്രവേശിക്കും. ദൈവദൂതർ ഉയർന്നുയർന്നു പോകുന്തോറും പാട്ടിന്റെ ശബ്ദം അകന്നകന്നു പോയി.
ദൈവദൂതന്മാരുടെ മധ്യത്തിൽ ശോഭയേറിയ മേഘത്താൽ ചുറ്റപ്പെട്ട സൂര്യനെ പോലെ താനും ആകാശത്തിലേക്ക് ഉയർന്നു. കുറെ നേരത്തേക്ക് കൂടെ ഒരു നക്ഷത്രത്തിന്റെ വലിപ്പത്തിൽ കാണാമായിരുന്നു. ഒടുവിൽ ദൃഷ്ടിയിൽ നിന്ന് തീരെ മറഞ്ഞു. തന്നെ ഒന്നുകൂടി കാണുവാൻ സാധിക്കുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ 2 ദൈവദൂതന്മാർ ഇറങ്ങി വന്നു. 11 പേരോട് ഇങ്ങനെ പറഞ്ഞു: ഗലീല മനുഷ്യരെ, നിങ്ങൾ എന്തിന് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു? നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ട പ്രകാരം തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞ് അവർ മറഞ്ഞു. അധീനയുടെ എഴുത്തുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മേൽപ്പറഞ്ഞവ. സങ്കീർത്തനം 24:7 മുതൽ 10 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 1:9 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളും ആണ് മേൽ പ്രസ്താവിച്ചത്. കർത്താവ് പോയതുപോലെ വീണ്ടും വരും. അപ്പോസ്തല പ്രവൃത്തികൾ 1:9, 11 ചേർത്ത് കേൾക്കണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. 1 തെസ്സലോനിക്കർ 4:17 മുതൽ 18 വരെ വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 14:1 മുതൽ 4 വരെ. യേശു പറഞ്ഞു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം അവതരിപ്പിച്ചത് സൂസൻ പാലാത്ര. ദയവായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന് എനിക്ക് ഒരു ഹൈപ്പ് തരുവാനും ഞാൻ അപേക്ഷിക്കുകയാണ്. താങ്ക് യു.